ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് 31 മെയ് ആണ് കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞത് അമ്മയുടെ റിട്ടയർമെൻ്റ് ആണ്. അതിന് വേണ്ടി പോകാൻ നിൽക്കുവാണ്. അതായത് ഹോസ്പിറ്റലിൽ പോകണം അമ്മയുടെ കൂടെ. ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അവർ വരണം. അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? അപ്പം ഞാൻ പോയിട്ട് വരാം കേട്ടോ. നല്ല മഴയാണ്, നല്ല ക്ലൈമറ്റാണ്. അതായത് ഞാൻ അവർ വരുമെന്ന് പറഞ്ഞത് ചേട്ടൻ വരും കേട്ടോ. ചേട്ടനും വൈഫും വരും. അതായത് മക്കളും മരുമക്കളും അമ്മ റിട്ടയർഡ് ആകുമ്പോഴത്തേക്ക് പോകണം. അങ്ങനെയുണ്ട് കേട്ടോ. അമ്മ വർക്ക് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലിലെ പബ്ലിക് ഹെൽത്ത് ലാബിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. അത് അമ്മയും കൂടെ ഉണ്ട്. അമ്മയും കൊണ്ട് പോവുകയാണ്. ഉച്ചയായി കേട്ടോ, ഏകദേശം 12 മണി കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരെയും കാണണം, അവിടുത്തെ ഹെഡിനെ കാണണം, അങ്ങനെ സെക്രട്ടറി, അങ്ങനെ എല്ലാവരെയും കാണണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടിയിട്ട് പോകുന്നത്. ഇതാണ് ലാബ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം പേരൊക്കെ കണ്ടു. അമ്മ ഫുൾ ടെൻഷനായിരുന്നു. ഫുഡ് ഓർഡർ ചെയ്യണം. വീട്ടിൽ വൈകുന്നേരം ഈവനിങ് പാർട്ടി ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിച്ച് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതവിടുത്തെ ഹെഡ് ഓഫീസാണ്. അവിടുത്തെ മേഡത്തിനെ കാണണം കേട്ടോ. അങ്ങനെ മേഡം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്തായാലും പരിപാടി, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എല്ലാം ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, പിന്നെ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ്, എത്ര വർഷമായി. അമ്മയുടെ 21 വർഷമായി കേട്ടോ സർവീസ്. 21 വർഷത്തെ സർവീസായിരുന്നു കഴിഞ്ഞത്. അങ്ങനെ ഞാനും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കേട്ട് അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചു. ഏകദേശം എല്ലാവരെയും കണ്ടു, സംസാരിച്ചിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങി, അമ്മയെ അവർ കൊണ്ടുവരും. അപ്പോൾ ഞങ്ങൾ നേരെ പോയതെന്ന് പറയുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ട്രിവാൻഡ്രം ലുലു മാളിൻ്റെ ഓപ്പോസിറ്റുള്ള അൽമന്തിയോ അങ്ങനെ എന്തോ ഒരു ഷോപ്പുണ്ട്. മന്തി ഷോപ്പാണ്. നമുക്കിവിടെ അവിടെ നോക്കുമ്പോൾ നമുക്ക് ലുലു മാൾ കാണാം കേട്ടോ. അങ്ങനെ അവിടെ ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു. ബീഫ് മന്തി ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ബീഫ് മന്തി കഴിക്കുന്നത്. കുറച്ച് ഹെവി ആയിപ്പോയി എനിക്ക്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നന്നായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഫുഡ് കഴിച്ചത് വൈകുന്നേരമേ ആയിട്ടും വിശപ്പെന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. ഞാനിപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഫുഡല്ല. ഞാൻ അവിടെ നിന്ന് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് പെരിഞ്ചീരക്കോ അങ്ങനെ എന്തോ കിട്ടുമല്ലോ, അതാണ് കേട്ടോ. അങ്ങനെ ഇതാണ് ട്രിവാൻഡ്രം ലുലു മോള്. അവിടെ നിന്നൊക്കെ കഴിഞ്ഞു. നേരെ വൈകുന്നേരം പാർട്ടി ഉണ്ട്. ആ വീട്ടിൽ പോയിട്ട് റെഡി ആവണം. അങ്ങനെ നേരെ നമുക്ക് പാർട്ടിയിലുള്ള ഡ്രസ്സ് കാണാം. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വയലറ്റ് കളർ സാരിയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാരിയുടെ കളർ എന്ന് പറയുമ്പോൾ. ആ മാല കണ്ടോ, ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. നമ്മുടെ പാലക്കാ മാല, അടിപൊളി മാലയാണ്. ഒരു റേറ്റ് വരുമ്പോൾ 350 ആണ് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ആ മാല. ഭയങ്കര രസമുണ്ട്. എനിക്ക് എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്ന് ആ മാല. അങ്ങനെ ചേച്ചി റെഡിയായി, ഞാൻ റെഡിയായി. ചേച്ചി വരുമ്പോഴത്തേക്ക് ഒരു ഫുൾ ഉള്ള ഒരു ഗൗൺ പോലെ അങ്ങനെ ഒരു ഡ്രസ്സാണ് കേട്ടോ. അങ്ങനെ അമ്മയെ അവർ കൊണ്ടുവന്നു. അങ്ങനെ അമ്മയുടെ ഒരുപാട് സ്റ്റാഫുകളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കൂടെ വർക്ക് ചെയ്തിരുന്ന കൊളീഗെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിക്കുകയാണ്. ഫുഡെന്ന് പറയുമ്പോഴത്തേക്ക് ബൊഫെ പോലെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അവർ ഫുഡൊക്കെ കഴിച്ച് നേരെ അമ്മയാക്കിയിട്ട് പോകും. അവർ എല്ലാ റിട്ടയർമെൻറ്റിലേക്ക് അവർ കൊണ്ടാക്കുമല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവരങ്ങനെ പോവാണ്. അമ്മയെടുത്ത് ബൈ ബൈ ടാറ്റയൊക്കെ പറഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ഞാൻ വീഡിയോ എടുത്തു. അതൊരു ഓർമ്മയായിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഫോട്ടോയെക്കാളും വീഡിയോ ഒക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി മെമ്മറി കൂടുതലാണെന്ന് തോന്നുന്നു. അങ്ങനെ അമ്മ എല്ലാവർക്കും ബായൊക്കെ പറയും. കുറച്ച് ഇമോഷണലൊക്കെ ആയിട്ട് എല്ലാവർക്കും ബായൊക്കെ പറഞ്ഞിട്ട് പിരിയാണ് കേട്ടോ. ഇത്രയും വർഷം സർവീസ് വരുമ്പോഴത്തേക്ക് ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു ഇമോഷണലി കുറച്ച് ഫീൽ ആവുമല്ലേ, എങ്ങനെയാവും അറിയത്തില്ല. അങ്ങനെ അവർക്കൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ്. അങ്ങനെ അവർ പോയി. ഞാനും ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാൻ ഫുഡ് ഇതുവരെ കഴിച്ചില്ല. വിശപ്പെന്നുള്ള സാധനമേ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി വന്നതൊക്കെ ഞങ്ങളുടെ റിലേറ്റീവ്സും അമ്മയുടെ ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അതിന് ശേഷം വന്നത് ഈവനിങ് പാർട്ടി ആയിരുന്നല്ലോ. അങ്ങനെ എനിക്കൊന്നും തോന്നി വിശപ്പേ ഇല്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം ക്ഷീണം വരുന്നത്. എനിക്ക് മന്തി എഫക്റ്റ് ആയിരുന്നു തോന്നുന്നു. ഉറക്കവും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് വരുമ്പോഴത്തേക്ക് പെറോട്ട, പിന്നെ വിശപ്പം, എന്താണ് പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യം. ഞാൻ റൈസ് മാത്രമേ എടുത്തുള്ളൂ. ആ റൈസ് പോലും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ബീഫ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. വിശപ്പെന്നുള്ള സാധനമേ ഇല്ല. അങ്ങനെ ഞാൻ ഡ്രസ്സ് മാറി. ഏകദേശം നൈറ്റായി. ഡ്രസ്സ് മാറിയപ്പോൾ ഒരു ആശ്വാസം കേട്ടോ. ഡ്രസ്സൊക്കെ മാറി കുറേ നേരം, കാരണം കുറച്ച് റിലേറ്റീവ്സും കൂടെ വരാനുണ്ടായിരുന്നു രാത്രിയിൽ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവരെയൊക്കെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഈ ചെടിച്ചൊക്കെ കുറേ നേരം ഇങ്ങനെ കുറേ എല്ലാവരും കൂടിയിട്ടൊക്കെ കുറേ നാളായിട്ട് ഇങ്ങനെ കൂടി എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കാര്യങ്ങൾ വേണ്ടേ. എന്നെക്കാളും ക്ഷീണം അദ്ദേഹത്തിനെയും പിടിച്ച് മടി കിടത്തി എൻ്റെ നടുവും പോയി. അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. പക്ഷേ ഉച്ച കഴിഞ്ഞിട്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. മഴയൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. കുറച്ച് ദിവസത്തിന് ശേഷം പിന്നെ അമ്മയ്ക്ക് കിട്ടിയതാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക്. 21 വർഷത്തെ സേവനം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ എന്തൊക്കെ സ്നേഹാദരങ്ങൾ പോലെ കിട്ടിയത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. എന്താ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ നാളെ കാണാം. ബൈ.